ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭയത്തോടും വിറയലോടും എന്തു ചെയ്യണം? ഓപ്ഷൻ എ പ്രാർത്ഥിക്കണം, ഓപ്ഷൻ ബി സേവിക്കണം, ഓപ്ഷൻ സി രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസ്സി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ നിബന്ധനകൾ അറിയുവാനായിട്ട് വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണുക. അവസാനമായിട്ട് നിബന്ധനകൾ പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല, വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരാണ് തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത്? ഉത്തരം ഇതാണ്: ജാതികൾ. എഫേസ്യർ 4:17. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ആത്മാവിൻ്റെ വാൾ എന്താണ്? ഉത്തരം ഇതാണ്: ഓപ്ഷൻ സി ദൈവവചനം. എഫേസ്യർ 6:17. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: സഭയുടെ അടിസ്ഥാനം ആരാണ്? ഉത്തരം ഇതാണ്: ഓപ്ഷൻ ബി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. 2:20. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: അറിവിനേക്കാൾ വലുത് എന്താണ്? ഉത്തരം ഇതാണ്: എഫേസ്യർ 3:19 കാണാം, ക്രിസ്തുവിൻ്റെ സ്നേഹം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും. അപ്പോൾ പരിജ്ഞാനം എന്നാൽ അറിവ്. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: കർത്താവിനെ എങ്ങനെ സേവിച്ചുകൊണ്ടാണ് അനുസരിക്കേണ്ടത്? ഉത്തരം പ്രീതിയോടെ. 6:7. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: കൈകൊണ്ട് അധ്വാനിക്കേണ്ടത് ആരാണ്? ഉത്തരം ഇതാണ്: കള്ളൻ. 4:28. ഏഴാമത്തെ ചോദ്യം: ശാസിക്കേണ്ടത് ആരെയാണ്? 5:11 വായിക്കുന്നു: ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക വേണ്ടത്. അപ്പോൾ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളെയാണ് ശാസിക്കേണ്ടത്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ ആരാണ്? ഉത്തരം ഇതാണ്: പൗലോസ്. 3:8. ഒൻപതാമത്തെ ചോദ്യം: ഒച്ചപ്പാട്, ഉറക്കെ സംസാരിക്കുക എന്നതിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം ഏതാണ്? ഉത്തരം ഇതാണ്: കുറ്റാരം. എഫേസ്യർ 4:31. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: രണ്ട് ശരീര അവയവങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഇതാണ്: ഹൃദയദൃഷ്ടി. ഹൃദയവും ദൃഷ്ടി. ദൃഷ്ടി എന്നാൽ കണ്ണ്. എഫേസ്യർ 1:17. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതിൻ്റെ വിജയികളെയൊക്കെ നമുക്ക് പിന്നാലെ നോക്കാം. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭയത്തോടും വിറയലോടും എന്തു ചെയ്യണം? ഓപ്ഷൻ എ പ്രാർത്ഥിക്കണം, ഓപ്ഷൻ ബി സേവിക്കണം, ഓപ്ഷൻ സി രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ഭയത്തോടും വിറയലോടും എന്ത് ചെയ്യണം? ഓപ്ഷൻ എ പ്രാർത്ഥിക്കണം, ഓപ്ഷൻ ബി സേവിക്കണം, ഓപ്ഷൻ സി രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ഓപ്ഷൻ എ യെരൂശലേമിൽ, ഓപ്ഷൻ ബി അന്ത്യോക്യയിൽ, ഓപ്ഷൻ സി കാരാഗ്രഹത്തിൽ. രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ഓപ്ഷൻ എ യെരൂശലേമിൽ, ഓപ്ഷൻ ബി അന്ത്യോക്യയിൽ, ഓപ്ഷൻ സി കാരാഗ്രഹത്തിൽ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ? ചോദ്യം ഇതാണ്: പൗലോസ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ആരാണ്? ഓപ്ഷൻ എ പാപി, ഓപ്ഷൻ ബി അനിന്യൻ, ഓപ്ഷൻ സി ദുർബലൻ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പൗലോസ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ആരാണ്? ഓപ്ഷൻ എ പാപി, ഓപ്ഷൻ ബി അനിന്യൻ, ഓപ്ഷൻ സി ദുർബലൻ. നാലാമത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ തിരുവുള്ളത്താൽ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ദൈവത്തിൻ്റെ തിരുവുള്ളത്താൽ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി എന്താണ്? അഞ്ചാമത്തെ ചോദ്യം: പൗലോസിന് ദൈവം ചെയ്ത കരുണ എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പൗലോസിന് ദൈവം ചെയ്ത കരുണ എന്താണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: എല്ലാം ഛേദമെന്നെണ്ണുവാൻ കാരണം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: എല്ലാം ഛേദമെന്നെണ്ണുവാൻ കാരണം എന്താണ്? ഏഴാമത്തെ ചോദ്യം: എന്തനുസരിച്ച് നടക്കണം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: എന്തനുസരിച്ച് നടക്കണം? എട്ടാമത്തെ ചോദ്യം ഇതാണ്:
മറ്റു സഭകൾ ചെയ്യാതിരുന്നത് ഫിലിപ്പിയ സഭ ചെയ്തു. അത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മറ്റു സഭകൾ ചെയ്യാതിരുന്നത് ഫിലിപ്പിയ സഭ ചെയ്തു. അത് എന്താണ്? 9ാമത്തെ ചോദ്യം ഇതാണ്. ആവശ്യമില്ല എങ്കിലും പൗലോസ് നിരസിക്കാതിരുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആവശ്യമില്ല എങ്കിലും പൗലോസ് നിരസിക്കാതിരുന്നത് എന്താണ്? 10ാമത്തെ ചോദ്യം ഇതാണ്. സംതൃപ്തി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സംതൃപ്തി എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഏതാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് ചോദ്യം കേട്ടു നോക്കുക. അത് കഴിഞ്ഞിട്ടേ വന്ന് എന്തെങ്കിലും സംശയം ചോദിക്കാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നിബന്ധനകളൊന്ന് പറയാം. ഒരു ദിവസമാണ് നമ്മൾക്ക് ഉത്തരം അയക്കുവാനുള്ള സമയം. ഉത്തരങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ അയക്കുക. ഓരോന്നോരോന്നായിട്ട് ഉത്തരങ്ങൾ അയക്കരുത്. അതുപോലെ തന്നെ എല്ലാ ഉത്തരത്തോടൊപ്പം അതിൻ്റെ റെഫറൻസ് ആവശ്യമാണ്. റെഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ ഉത്തരങ്ങളുടെ കൂടെ അതിന് മുകളിലായിട്ട് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ ഉത്തരങ്ങൾ അയച്ചവരുടെ പേര് വായിക്കുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ആശ എ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ശ്രീകുമാരി ആമേൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ഗോഡ് ബ്ലെസ് യു. സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്. സിസ്റ്റർ ശോശാമ കുര്യാക്കോസ് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. 9ഉം 10ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, ക്ഷമിക്കണം. കുഴപ്പമില്ല ആൻറ്റി, തീർച്ചയായിട്ടും അത് കമൻ്റ് ഇട്ടതുകൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ ആ തെറ്റ് പറ്റിയത് നിങ്ങളൊന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് വന്ന് പറയാതെ അപ്പോൾ തന്നെ ഒരു കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും ആൻറ്റിയുടെ 9ഉം 10ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കുഴപ്പമില്ല, അത് ഉത്തരവായിട്ട് കണക്കാക്കുന്നതായിരിക്കും. സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ ജയ സാമുവൽ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ബീന ബോസ്, ബ്രദർ ജിത്തുശ്രീ. സി മാത്രമെന്ന് ഉത്തരവയച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരവയ്ക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവവചനം പഠിക്കുവാൻ ഉള്ള ഒരു ബൈബിൾ ക്വിസാണ്. ഇതൊരു മത്സരമൊന്നുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തി അയക്കുവാനായിട്ട് അടുത്ത പ്രാവശ്യം ശ്രമിക്കുക. സിസ്റ്റർ അജിത രാജൻ, ബ്രദർ ശശി സി എ, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ജയ വിനേഷ്. സിസ്റ്റർ സാറാമ്മ ഡേവിഡ് ആദ്യം മുതലേ ഇങ്ങനെ ഓരോ ഉത്തരങ്ങളാണ് അയക്കുന്നത്. അപ്പോൾ എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുവാനായിട്ട് ശ്രമിക്കുക. ആൻറ്റിക്കത് അറിയില്ല എങ്കിൽ മക്കളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അത് ഒരുമിച്ച് അയക്കുവാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? ഇടയ്ക്ക് മറ്റുള്ളവരുടെ ഉത്തരങ്ങളൊക്കെ ഇതുപോലെ കയറി വരുമ്പോൾ ആൻറ്റിയുടെ ഉത്തരം നോക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരുമിച്ച് ഉത്തരം അയക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കുവാനാണ് അത് വളരെ ഈസി ആയിരിക്കും. സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ജലജ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ മറിയാമ്മ മാത്യു, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ ആൻസി ജോൺ തോമസ് ജോൺ, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ സീന സജി, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ സുജമോൾ കുര്യൻ, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ അന്നമ്മ, ബ്രദർ മാത്യു മിലൺ, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ ആൻസി ബിജു പിറവം, സിസ്റ്റർ നിഖിത,
സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ അഞ്ജുമി. ഇത്രയും പേരാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ആശ എ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ലിസി വിൻസെൻ്റ്, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ ജയ സാമുവൽ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ജലജ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ സീന സജി, സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ അന്നമ്മ, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ ആൻസി ബിജു, സിസ്റ്റർ നിഖിത, സിസ്റ്റർ ജയ ജോർജ്. ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ച് വിജയികളായിരിക്കുന്നത്. നോക്കാം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ച് വിജയികളാകുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിജയികളാകണം, എല്ലാവരും ദൈവവചനം പഠിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും. അതുകൊണ്ടാണ് ഒരു ദിവസം പോലും മുടക്കാതെ നമ്മൾ ഈ ബൈബിൾ ക്വിസ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടു കൂടി തന്നെ പങ്കെടുക്കുക. ഉത്സാഹത്തോടെയാണ് നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നതെന്നറിയാം. ദൈവവചനം പഠിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ചർച്ചിലുള്ള മെമ്പേഴ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരും ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാൻ പറയണം. അപ്പോൾ നിങ്ങളും സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളാകുകയാണ്. അതായത് മറ്റൊരാൾക്ക് ദൈവവചനം പഠിക്കുവാനുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.